സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ അന്ത്യദൂതൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത മാതൃകകളും പിന്തുടർന്ന് ജീവിതത്തെ അല്ലാഹുവിന്റെ പ്രീതിക്ക് വിധേയമാക്കാൻ, അതിലൂടെ ശാശ്വതമായ പരലോക വിജയം നേടിയെടുക്കാൻ നിരന്തരമായി ഓരോരുത്തരും ശ്രമിക്കണമെന്ന് നിങ്ങളോടും ഞാൻ എന്നോടും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ ജുമുഅ നമുക്ക് ഓർക്കേണ്ട പാഠം, നമ്മുടെ മുമ്പിൽ എപ്പോഴും സദാ സന്നിഹിതനായിരുന്ന, നമ്മുടെ പള്ളിയിൽ നിന്ന് നമ്മളെ എല്ലായ്പ്പോഴും അല്ലാഹുവിലേക്ക്, നമസ്കാരത്തിലേക്ക് വിളിച്ചുണർത്തിക്കൊണ്ടിരുന്ന നമ്മുടെ പ്രിയങ്കരനായ മുഅദ്ദിൻ അബ്ദുൽ ഹമീദ് ഉസ്താദ് അവറുകളെ അനുസ്മരിക്കുക എന്നത്, അദ്ദേഹത്തെ നിമിത്തമാക്കിക്കൊണ്ട് ഈമാനികമായ പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. സഹോദരന്മാരെ, അദ്ദേഹം അബ്ദുൽ ഹമീദ് ഉസ്താദ് 5 വർഷക്കാലമായി ഈ ഷൊർണൂർ ജുമാ മസ്ജിദിൽ മുഅദ്ദിനായി, മുഅല്ലിമായി സേവനമനുഷ്ഠിച്ചു കൊണ്ടുവരവേ അസാധാരണമായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ട പ്രത്യേകമായ ഒരു രോഗം അതിന്റെ പിടിയിൽ പെട്ടെന്ന് അമരുകയും 1 മാസക്കാലത്തിന്റെ സമയദൈർഘ്യത്തിനുള്ളിൽ അദ്ദേഹം നമ്മെ വിട്ട് വിട പറയുകയും ചെയ്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച ബുധനാഴ്ച അസറോടുകൂടി അദ്ദേഹം ഇഹലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. എപ്പോഴും പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിനും ജുമുഅയ്ക്കുമൊക്കെ വരുന്ന സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ പള്ളിയിലുള്ള ആത്മീയമായ സാന്നിധ്യം നമുക്ക് വലിയൊരു കുറവായി ഇപ്പോൾ അനുഭവപ്പെടുകയാണ്. എത്ര പെട്ടെന്നാണ് മനുഷ്യർ നമ്മുടെ കൺമുമ്പിൽ നിന്ന് മാഞ്ഞു പോകുന്നത്. ഇവിടെ നിന്ന് ബാങ്ക് വിളിച്ചുകൊണ്ടിരുന്ന, ഈ മുസല്ലയിൽ നമ്മുടെ മുമ്പിൽ ഇരുന്നിരുന്ന, നമുക്ക് മുമ്പിൽ ഇഖാമത്ത് നടത്തിയിരുന്ന, നമ്മുടെ മക്കളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ദീനീ സേവകനായ സഹോദരൻ നമ്മെ വിട്ട് പിരിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒരു മുഅദ്ദിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്, അന്ത്യനാളിൽ മഹ്ശറയിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ തല ഉയർന്നു നിൽക്കുന്ന ആളുകളിൽ പെട്ടവരാണ് മുഅദ്ദിനുകൾ, മുഅദ്ദിന്മാർ. അവർ അല്ലാഹുവിലേക്ക് ജനങ്ങളെ വിളിച്ചിരുന്നവരാണ്. അല്ലാഹുവാണ് ഏറ്റവും വലിയ മഹാൻ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് മൈക്ക് കെട്ടിവെച്ച് നിലവിളിച്ച ആളുകളാണ്. അതിനേക്കാൾ വലിയ വിളിയില്ല. നമ്മെ ഷഹാദത്ത് കലിമ ഓർമ്മിപ്പിച്ചവരാണ്, നമസ്കാരത്തിലേക്ക്, വിജയത്തിലേക്ക് വിളിച്ചവരാണ്. ഒരു ബാങ്കിലൂടെ 6 തവണ ആവർത്തിച്ച് അല്ലാഹു അക്ബർ പറയുമ്പോ ഒരു ദിവസം 5 നേരവും കൂടി 30 തവണയാണ് ആ ഒരു പരമയാഥാർത്ഥ്യം
രാവും പകലും ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അത് കേവലം ഒരു ജോലിയുടെ ഭാഗമല്ല, മറിച്ച് അതൊരു ദൗത്യത്തിന്റെ ഭാഗമാണ്. ജനങ്ങളെ മുഴുവൻ ഉച്ചത്തിൽ വിളിച്ചു ഓർമ്മിപ്പിക്കേണ്ട വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് ജനങ്ങളെ, സത്യവിശ്വാസികളെ, സഹോദരന്മാരെ. അല്ലാഹുവാണ് ഏറ്റവും വലിയ മഹാൻ. അവനാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത്. നിങ്ങളുടെ കുടുംബമല്ല, മക്കളല്ല, ഭാര്യയല്ല, സമ്പത്തല്ല, നിങ്ങളുടെ ഭൗതികമായ വിനോദങ്ങളല്ല, മറ്റൊരു സുഖഭോഗങ്ങളുമല്ല. നിങ്ങൾക്ക് ഏറ്റവും എപ്പോഴും വലുതായിരിക്കേണ്ടത് അല്ലാഹുവാണ്, അല്ലാഹുവാണ്, അല്ലാഹുവാണ്. നിങ്ങൾ അതുകൊണ്ട് ഏതൊക്കെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരുന്നാലും നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരൂ, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. ഉറക്കത്തേക്കാൾ ഉത്തമമാണ് നമസ്കാരം എന്നൊക്കെ ആവർത്തിച്ചൊരു മനുഷ്യൻ 5 കൊല്ലം, അതിനു മുമ്പും എത്രയോ മുഅദ്ദിൻമാർ നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 5 കൊല്ലം ഒരു മനുഷ്യൻ അതിങ്ങനെ ഇടതടവില്ലാതെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നമ്മളെ കുറിച്ചാണ് ഓർക്കേണ്ടത്. ഇത്രയും തവണ വിളിച്ചു പറഞ്ഞിട്ടും നമുക്ക് ആ വിളി, അതിലൂടെ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ മുഅദ്ദിൻമാർ ഉത്കൃഷ്ടമായ പദവി അലങ്കരിക്കുന്നവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ. മാത്രമല്ല, ബാങ്ക് വിളിക്കുന്ന ഒരാളുടെ ശബ്ദം അത് എവിടെയൊക്കെ പ്രതിധ്വനിക്കുന്നുണ്ടോ അത്രയും ഭാഗത്ത് ഉള്ള ആ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള മുഴുവൻ വസ്തുക്കളും അവർക്ക് വേണ്ടി പാപമോചനം തേടും. അതേപോലെ അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന ഇൽമിന്റെ അഹ്ലുകാർ, ദീൻ പഠിപ്പിക്കുന്നവർ എന്ന നിലയിൽ ജനങ്ങളിൽ ഏറ്റവും ഉത്തമരാണ്. അവർക്ക് വലിയ വാഹനങ്ങളും മണിമാളികകളും ഉണ്ടാവില്ല, സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ ഉണ്ടാവില്ല. വളരെ ലളിതമായി വസ്ത്രം ധരിച്ച് ജനങ്ങൾക്കിടയിൽ നിശബ്ദരായി പടച്ചവന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്ത് അവർ ഇങ്ങനെ കടന്നു പോകുന്ന മനുഷ്യരാണ്. ഏതെങ്കിലും ഒറ്റപ്പെട്ട മുഅല്ലിമീങ്ങളോ അല്ലെങ്കിൽ ഇൽമിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആരെങ്കിലും നിരുത്തരവാദപരമായി പെരുമാറുമ്പോൾ ആളുകൾ അവർക്ക് നേരെ അപഹാസ്യങ്ങളും പരിഹാസങ്ങളും അവരെ ഇകഴ്ത്തുന്ന വർത്തമാനങ്ങളും ഒക്കെ നടത്താറുണ്ടെങ്കിലും അതൊക്കെ മാറ്റി നിർത്തിയാൽ പൊതുവെ മുസ്ലിം ഉമ്മത്തിന്റെ ഈ മസ്ജിദുകളിൽ, ഈ മദ്രസകളിൽ, ഈ ദീനീ സ്ഥാപനങ്ങളിൽ അല്ലാഹുവിന്റെ ദീനിനെ നെഞ്ചേറ്റി അവന്റെ മുമ്പിൽ നിലയുറപ്പിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമു നാസു മാ ഫി നിദാഇ വസ്സഫിൽ അവ്വൽ. ആരെങ്കിലും ആദ്യത്തെ സഫിൽ നിൽക്കുന്നതിന്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ആരെങ്കിലും ബാങ്ക് വിളിക്കുന്നതിന്റെ, ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ثم لم يجدوا إلا أن يستهموا عليه لاستهموا. അവർ വമ്പിച്ച തർക്കമുണ്ടാകുമായിരുന്നു. ഒടുവിൽ നറുക്കെടുപ്പ് വേണ്ടി വന്നാൽ പോലും അവർ അതിന് തയ്യാറാകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഹജറുൽ അസ്വദ് മുത്താൻ എന്തുമാത്രം തിരക്കാണ്, റൗളയിൽ പ്രവേശിക്കാൻ എന്തുമാത്രം തിരക്കാണ്. അവിടെയൊക്കെ ഇപ്പൊ രജിസ്ട്രേഷൻ സംവിധാനം വന്നുകൊണ്ടിരിക്കും. ഇതേപോലെ ജമാഅത്ത് നമസ്കാരത്തിന്, ജുമുഅ നമസ്കാരത്തിന് ആദ്യത്തെ സഫിൽ നിൽക്കുന്നതിന്റെ മഹത്വം, അതല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്നതിന്റെ, ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ മഹത്വം എങ്ങാനും ഇവർക്ക് മുഴുവൻ വെളിപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ അവിടെ ജനങ്ങൾക്കിടയിൽ വമ്പിച്ച തർക്കമുണ്ടാകുമായിരുന്നു. ഒടുവിൽ ആ തർക്ക പരിഹാരാർത്ഥം അവർക്ക് നറുക്കെടുപ്പ് നിശ്ചയിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ പോലും ആ തർക്കം ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കി സഹോദരന്മാരെ, അത്രമാത്രം മഹത്വമാണ്. മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇൽമിന്റെ അഹ്ലുകാർ, പണ്ഡിതന്മാർ, ജ്ഞാനികൾ, മുഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ വഅഹ്ലു സമാവാതിഹി വഅഹ്ലു അർളിഹി ഹത്താ അൻ-നംലത ഫീ ഹുജ്രിഹാ വഹത്താ അൽ-ഹൂത ല യുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയും ആകാശ ലോകത്തുള്ള മലക്കുകളും ഭൂമിയിലുള്ളവരും എത്രത്തോളം എന്നാൽ മാളത്തിലുള്ള ഉറുമ്പുകളും സമുദ്രത്തിലുള്ള മത്സ്യങ്ങളും ലയുസല്ലൂൻ അവർ പ്രാർത്ഥിക്കുന്നതാണ് അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്ന, ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, അതുകൊണ്ട് സമൂഹത്തിൽ വലിയ പദവിയും പത്രാസൊന്നുമില്ലാത്ത ഈ നിശബ്ദ ജീവികൾ, ഇത്തരത്തിലുള്ള ആളുകൾ അവരെ നിസ്സാരക്കാരാണെന്ന് നമുക്ക് തോന്നണ്ട. അവരൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ ആഖിറത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോഴായിരിക്കും അവരെ നമുക്ക് മനസ്സിലാവുക. അല്ലാഹു നമ്മളെ എല്ലാവരെയും അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഉൽഖുറു മഹാസിന മൗതാക്കും, മരിച്ചവരുടെ സദ്ഗുണങ്ങൾ എടുത്തു പറയുക എന്നത് സുഹൃതമാണ്, സൽക്കർമ്മമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? അവരെ വലിയ ദിവ്യപുരുഷനാക്കാനല്ല, പിന്നെയോ അതിലൂടെ നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്, നമുക്ക് നന്മകൾ പകർത്താൻ വേണ്ടിയാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അദ്ദേഹം വളരെ മാന്യമായി വളരെ ശാന്തതയോടെ ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹം പരദൂഷണങ്ങൾ പറയാനും ഫിത്നയുണ്ടാക്കാനും ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല. 5 വർഷക്കാലം എല്ലാവരുമായിട്ടും ചിരിച്ചുകൊണ്ട് കൈകൊടുത്ത് സൗഹൃദം പങ്കുവെച്ചു പോയി. ആരോടും ഒരു പരദൂഷണത്തിനും ഒരു പ്രശ്നമുണ്ടാക്കാനും ഒരു കുഴപ്പത്തിലും അദ്ദേഹം ഇടപെട്ടിരുന്നില്ല. വളരെ ശാന്തനായി കടന്നുപോയൊരു സഹോദരൻ. ഇത് ഞങ്ങളുടെയൊക്കെ അനുഭവത്തിലും ഒരുമിച്ച് ജീവിക്കുമ്പോഴും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴും മാന്യമല്ലാത്ത ഒന്നും പറഞ്ഞില്ല. ആരോടും ഒരു തർക്കത്തിനും ഒരു പരദൂഷണത്തിനും ഒരു പ്രശ്നത്തിനും അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നാക്ക് അദ്ദേഹത്തിനെതിരായി പണിയെടുത്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഇബാദത്തിൽ പ്രത്യേകമായി ശ്രദ്ധയുള്ള സഹോദരൻ. അദ്ദേഹം വളരെ നേരത്തെ സുബഹിക്ക് മുമ്പേ ഈ പള്ളിയിൽ എത്തിയിരുന്നു. തഹജ്ജുദ് നമസ്കാരം അദ്ദേഹം മുടക്കാറുണ്ടായിരുന്നില്ല. എല്ലായ്പ്പോഴും അതിൽ വളരെ ജാഗ്രതയോടുകൂടി നേരത്തെ പള്ളിയിലെത്തിയ സഹോദരനാണ്. അതൊരു തൗഫീഖാണ്, ഒരു ഭാഗ്യമാണ്. തഹജ്ജുദ് നമസ്കാരം തുടങ്ങി വെക്കുകയും അത് തുടർത്തിക്കൊണ്ടു പോവുകയും ചെയ്യുക എന്നത് അത് പടച്ചവന്റെ ഒരു കാരുണ്യമാണ്. പടച്ചവന്റെ സ്നേഹം കിട്ടിയവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. അത് നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. സഹോദരന്മാരെ, നേരത്തെ പള്ളിയിലെത്തിയിരുന്ന മറ്റൊരു സഹോദരൻ മൊയ്തുട്ടിക്ക, അദ്ദേഹവും യാത്രയായി 1 മാസം മുമ്പ്. അതുപോലെ വേറെ സഹോദരന്മാർ, ഈ സഫിൽ അപ്പുറവും ഇപ്പുറവും ഒക്കെ നിന്നിരുന്ന സഹോദരന്മാർ 1 മാസത്തിന്റെ 2 മാസത്തിന്റെ ഇടവേളയിൽ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അവർക്കൊക്കെയുള്ള ഗുണങ്ങൾ ഇതാണ്: തഹജ്ജുദ് നമസ്കാരം, ജമാഅത്ത് നമസ്കാരം, സുന്നത്ത് നമസ്കാരം, അതുപോലെ മാന്യമായിട്ട് മിണ്ടാതെ മുൻപോട്ട് പോകുന്ന, ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കാത്ത രീതി. ഇതൊക്കെ നമുക്ക് ആഖിറത്തിൽ വലിയ നന്മകളുടെ ത്രാസിൽ ഭാരമാകുന്ന സുഹൃതങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അദ്ദേഹത്തിന്റെ ലാളിത്യം, കനാഴത്ത്, ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന്റെ വലിയൊരു സവിശേഷതയായിരുന്നു. അദ്ദേഹത്തിന് ജീവിതത്തെ കുറിച്ച് ആശങ്കകളും ആകുലതകളും വെപ്രാളവും ഉണ്ടായിരുന്നില്ല. വളരെ ലളിതമായ ഒരു കൊച്ചു വീട്ടിൽ അദ്ദേഹം അവിടെ അതിനെ ഒന്ന് മെയിൻ്റനൻസ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോവുക എന്നതിനപ്പുറം മറ്റൊരു സ്വപ്നവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് വീട്ടിൽ പട്ടിണിയില്ലാതെ പോവുക എന്നതിൽ സന്തുഷ്ടനായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പും അദ്ദേഹം നമ്മുടെ ഉമർ ഉസ്താദിനോട് പറഞ്ഞത് എനിക്ക് കടമില്ല എന്നാണ്. സഹോദരന്മാരെ, ഇതെത്ര വലിയ ഫضലാണ്, റബ്ബിന്റെ മഹത്വമാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കി. ഒരു മനുഷ്യന് മോഹം കൂടുന്നതിനനുസരിച്ച് അവൻ കടം വാങ്ങി കൂട്ടും. അവൻ ഏത് വഴിയിലും അത് ചെയ്യും. പലിശ ഇടപാടില്ല,
അദ്ദേഹം ലോൺ എടുത്തിട്ടില്ല. മക്കൾ പറയുന്നു, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ, പടച്ചവന്റെ തെരഞ്ഞെടുപ്പല്ലേ, ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന, ഈ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നവർ വലിയ ഭാഗ്യവാന്മാരാണ്. ആർക്കും ഒന്നും കൊടുക്കാനില്ല, ഇങ്ങോട്ടൊന്നും കിട്ടാനുണ്ടായാലല്ലാതെ ഇങ്ങോട്ടൊന്നും കിട്ടാനുമില്ല എന്നൊരവസ്ഥ. എത്രമാത്രം ഭദ്രമാണ് നമ്മുടെ ജീവിതം. എപ്പോഴും നമുക്ക് യാത്രയ്ക്ക് സജ്ജമായ ഒരു ജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലം, മുസ്ലിമായവൻ വിജയിച്ചിരിക്കുന്നു. വറസഖ കഫാഫൻ, അവന് ജീവിതത്തിന് പട്ടിണിയില്ലാതെ മതിയായത് അവന് കിട്ടിയിരിക്കുന്നു. വഖന്നഅഹു അല്ലാഹു ബിമാ ആതാഹു, പടച്ചോൻ കൊടുത്ത ആ പരിമിതമായ സംഗതികളിൽ അവന് തൃപ്തിയുമാണ്. എനിക്കിത് മതി, അൽഹംദുലില്ലാഹ്. അതിന്റെ അപ്പുറത്ത് വലിയ ആർത്തിയും വലിയ വേവലാതികളും വലിയ സ്വപ്നങ്ങളും ഒന്നുമില്ല. കിട്ടിയത് വെച്ച് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ജീവിച്ചു പോകുന്ന ലളിതമായ, വളരെ വളരെ ഒതുങ്ങിയ സംതൃപ്തമായ ഒരു ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സമ്പന്നത, ധന്യത എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഗിന, സമ്പന്നത, ധന്യത എന്ന് പറഞ്ഞാൽ അത് ഗിനൻ നഫ്സ്, മനസ്സിന്റെ ധന്യതയാണ്. സമ്പത്തിന്റെ ധന്യതയല്ല, വിഭവങ്ങളുടെ കസ്റത്തുൽ അറൾ, വിഭവത്തിന്റെ ആധിക്യത്തിലല്ല സംതൃപ്തി എന്ന് പറയുന്നത്. അത് മനസ്സിന്റെ ധന്യതയാണ്. എനിക്കിത് മതി, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതിൽ തൃപ്തനാകാനുള്ള ഒരു മനസ്സ്. അധ്വാനിക്കേണ്ടെന്നോ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടെന്നോ ഒന്നുമല്ല, മറിച്ച് എന്താണോ റബ്ബ് തന്നത് എല്ലായ്പ്പോഴും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അൽഹംദുലില്ലാഹ്. ബി പോസിറ്റീവ്, പോസിറ്റീവായ ഒരു ജീവിതം. വേവലാതികളില്ല, വെപ്രാണങ്ങളില്ല, ആർത്തികളില്ല, അലട്ടലില്ല, ആശങ്കകളില്ല. സ്വസ്ഥമായി കിടന്നാൽ ഉറക്കം കിട്ടണം, കൃത്യസമയത്ത് കിടക്കണം, കൃത്യസമയത്ത് റബ്ബിനെ ധ്യാനിക്കാൻ എഴുന്നേൽക്കണം. വളരെ ആരോഗ്യവാൻ മനസ്സും ശരീരവും. അങ്ങനെയുള്ളൊരു ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ ഉണ്ടായിരുന്നു. അല്ലാഹുമ്മ ഖന്നിഅനി ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി, പടച്ചവനെ എനിക്ക് കിട്ടിയതിൽ, എനിക്ക് നീ നൽകിയ വിഭവത്തിൽ എനിക്ക് നീ സംതൃപ്തി നൽകണം. നീ എനിക്ക് നൽകിയതിൽ വബാരിക് ലീ ഫീഹി, അതിൽ നീ ഐശ്വര്യം ചൊരിയണമേ, ബറക്കത്ത് തരണം. ചില ആളുകൾ ഇഷ്ടം പോലെ വിഭവങ്ങളും സൗന്ദര്യങ്ങളും ഉണ്ടാകും, പക്ഷേ അതവർക്ക് ജീവിതത്തിൽ അവരുടെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുകയില്ല. വേറെ ചില ആളുകൾ ഉണ്ടാകും, വളരെ പരിമിതമായതായിരിക്കും, അൽഹംദുലില്ലാഹ് വളരെ സംതൃപ്തരായിരിക്കും. അത് കഴിക്കുന്നത് ഉണക്കമീനും വെറും ചോറുമാണെങ്കിൽ, കഞ്ഞിയാണെങ്കിൽ, കഞ്ഞിയും ചമ്മന്തിയുമാണെങ്കിൽ, പഴങ്കഞ്ഞിയാണെങ്കിൽ അത് മനസ്സറിഞ്ഞ് തൃപ്തിയോടെ കഴിക്കാൻ, ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ അത് മനസ്സറിഞ്ഞ് കഴിക്കാൻ, വെറും കപ്പയാണെങ്കിൽ അത് കഴിക്കാൻ അതിനൊരു സന്തോഷമുണ്ട്. പഴയകാല ജീവിതത്തിൽ ആ ബർക്കത്തും ഐശ്വര്യവും സംതൃപ്തിയും ഉണ്ടായിരുന്നു. ഇന്ന് ആളുകൾ 5 സ്റ്റാർ ഹോട്ടലുകൾ വിട്ട് തട്ടുകടകളിലേക്ക് പോവുകയാണ്. തട്ടുകടകൾ രൂപം മാറി 5 സ്റ്റാർ സ്റ്റൈൽ മറച്ചു വെക്കാൻ വേണ്ടി തട്ടുകട എന്ന് എഴുതി വെക്കുകയാണ്. എന്താണ് ആളുകൾക്ക് വേണ്ടത്? നാടൻ 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 എന്നാണ്. ഏത് പഴങ്ങളും പച്ചക്കറികളും വിഭവങ്ങളും എല്ലാം ആളുകൾ തേടുന്നത് നാടൻ കിട്ടുമോ എന്നാണ്. പഴമയിലേക്കാണ് പോകാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം അന്ന് നമുക്കൊരു പക്ഷേ അറിയില്ലെങ്കിലും പ്രായം കൂടുതലുള്ളവർക്ക് അറിയും, നമ്മുടെ പൂർവികർക്ക് അറിയും, പറഞ്ഞു കേട്ടറിയും. അന്ന് കഴിച്ചിരുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾക്കും വിഭവങ്ങൾക്കും എല്ലാം വലിയ വലിയ സംതൃപ്തിയായിരുന്നു. കാത്തിരുന്ന് കിട്ടിയതാണ്, അധ്വാനിച്ച് നേടിയതാണ്, ആളുകളിൽ നിന്നും പിടിച്ചു പറിച്ചതല്ല, വിഹിതം ശരിക്കും അർഹമായതാണ്. അതിലൊരുപാട് ഘടകങ്ങളുണ്ട്. അപ്പൊ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ, അതിൽ ബർക്കത്ത് നേടിയെടുക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉള്ളതിൽ തൃപ്തിപ്പെട്ട് മുമ്പോട്ട് പോകുന്ന സഹോദരൻ, വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാത്ത മനുഷ്യൻ. ഇതേപോലെ
നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ സംതൃപ്തി നമുക്ക് അനുഭവിക്കാൻ, ആസ്വദിക്കാൻ കഴിയണം. വെപ്രാളങ്ങളും വേവലാദികളുമായിട്ട്, ആർത്തിയുമായിട്ട് മുമ്പോട്ട് പോകരുത്. ലാ യംലഉ ഫമബിനി ആദമ ഇല്ല തുറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ അയാളുടെ വായെ മണ്ണുകൊണ്ടല്ലാതെ നിറക്കാൻ പറ്റൂല. ഒരാൾക്ക് 2 മലകൾ സ്വർണമാക്കി കൊടുത്താൽ ലബ്തഗാ സാലിസ, ആ 3ാമത്തെ മലയും കൂടി ഒന്ന് സ്വർണമാക്കി കിട്ടുമോ എന്നാണ് അയാൾ ചോദിക്കുക. തൃപ്തിയാവും. അവസാനം ഒരു ഗ്ലാസ് വെള്ളം പോലും ടേസ്റ്റ് അറിഞ്ഞ് കുടിക്കാൻ കഴിയാതെ വെറും കൈയോടെ മരിച്ചു പോകുന്ന മനുഷ്യരാണ്, അതിസമ്പന്നന്മാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു വലിയ ഗുണമാണ് എന്ന് ആ ജീവിതത്തിൽ നിന്ന് നമ്മൾ കണ്ടറിയുകയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫുജ്അത്തിൽ മൗത്ത്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ കാക്കണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അറുദ്ദ ഇലാ അർദലിൽ ഉമർ, പടച്ചവനെ, നിന്ദ്യമായ ജരാനരകൾ ബാധിച്ച വാർദ്ധക്യത്തിന്റെ ആ അവസ്ഥയിലേക്ക് തള്ളപ്പെടുന്നതിൽ നിന്നും നീ എന്നെ കാത്തുകൊള്ളു. മറ്റുള്ളവർക്ക് ഭാരമായി ഈ മനുഷ്യൻ മരിക്കാറായില്ലേ എന്ന് ഉള്ളുകൊണ്ട് ചിന്തിച്ചു പോകുന്ന അവസ്ഥ, എല്ലാവർക്കും ഭാരമായല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ, അതല്ലെങ്കിൽ പെട്ടെന്ന് മരിച്ചു പോകുന്ന അവസ്ഥ, ഒന്ന് റബ്ബിനെ കുറിച്ച് ഓർക്കാൻ, പശ്ചാത്തപിക്കാൻ, ഇടപാടുകൾ തീർക്കാൻ, നീതി ഉണ്ടാക്കി തീർക്കാൻ ഒന്നിനും സമയം കിട്ടാതെ പെട്ടെന്ന് ആ സമയമായി ഇറങ്ങിക്കോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു മരണം. അത് വരാതെ അല്ലാഹു കാക്കണേ എന്ന പടച്ചവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇതേപോലെ ഇവിടെ ഉസ്താദിന്റെ മരണം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകദേശം 1 മാസത്തെ ഇടവേള കിട്ടുകയാണ്. മനുഷ്യൻ എന്തൊക്കെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്, എന്തൊക്കെയാണ് ഉള്ളിലുള്ള രോഗങ്ങളെന്ന് ആർക്കറിയാം സഹോദരന്മാർ. ഇനിയും ഞാൻ ഒരുപാട് കാലം ജീവിക്കും എന്ന് പറഞ്ഞാണ് നമ്മളൊക്കെ പോകുന്നത്. പക്ഷേ നമ്മുടെ ആയുസ് ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവും, എണ്ണപ്പെട്ടിട്ടുണ്ടാവും. അമീർ ഉസ്താദ് ഇവിടെ നിന്ന് അദ്ദേഹത്തോട്, ഞാൻ ഉംറയ്ക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കണ്ട് മുസാഫഹ ചെയ്ത് സംസാരിച്ചു പോകുന്നു. അതിന്റെ 2 ദിവസം മുമ്പ് ഇവിടെ ഇരുന്നിട്ട് മരണത്തെക്കുറിച്ച് ഇഷായ്ക്ക് ശേഷം ഞാനിങ്ങനെ സംസാരിക്കുന്നു. കാരണം നമ്മുടെ മുൻ സഫിൽ നിന്ന 2 സഹോദരന്മാർ തൊട്ട് മുമ്പുള്ള 2 ദിവസങ്ങളിലായിട്ട് മരണപ്പെട്ടു പോകുന്നു. അപ്പോൾ അടുത്ത് നമ്മളിൽ ആരാണ്, ഞാനായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതേപോലെ നമ്മൾ പറഞ്ഞു, ആരായിരിക്കും അടുത്തയാൾ നമുക്ക് പറയാൻ കഴിയൂല. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാകും അള്ളാഹുവിനല്ലേ അറിയൂ എന്നൊക്കെ ഇങ്ങനെ പടച്ചോ പറഞ്ഞാൽ തോന്നിപ്പിച്ചനുസരിച്ച് പറഞ്ഞു. അപ്പോഴും ഉസ്താദ് മുന്നിലുണ്ട്. പക്ഷെ ഉംറ കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹം ഐസിയിലാണ്. അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. സഹോദരന്മാരെ, മനുഷ്യന്റെ അവസ്ഥ ഇത് എത്ര പെട്ടെന്നാണ് മാഞ്ഞു പോകുന്നത്. നിങ്ങൾ നോക്കി, ഇവിടെ ജുമാ നടക്കാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ബാങ്ക്, ഇഖാമത്ത്, ഇവിടെ വാളെടുത്തു കൊടുക്കൽ, ഇതൊക്കെ ആയിട്ട് നിന്ന ഒരു സഹോദരൻ ഇപ്പൊ ഇവിടെ കാണുന്നില്ല. നോക്ക്, ഫ്രണ്ടിലില്ല. അദ്ദേഹം എന്താ ഇവിടെ വെള്ളമായിട്ട് അങ്ങനെ ഇരുന്നു. ഇത് മനുഷ്യന്റെ അവസ്ഥയല്ലേ. ഇതൊക്കെ തന്നെ നമ്മുടെ കാര്യം. അദ്ദേഹത്തിന്റെ റൂമിൽ ഞാൻ ഇപ്പൊ കേറിയിട്ടാണ് ഇറങ്ങി വരുന്നത്. വെറുതെ ഒന്ന് കേറി നോക്കുമ്പോ കുടിച്ചു വെച്ച വെള്ളം ഒരു ബോട്ടിലിൽ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു തസ്ബീഹ് മാല അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം അതേപോലെ തന്നെ തുണി അലക്കാൻ വേണ്ടി മുറിച്ചു വെച്ച ബാർ സോപ്പ് അവിടെ പകുതി മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതേപോലെ അദ്ദേഹത്തിന്റെ കണ്ണട അവിടെ ഇരിപ്പുണ്ട്. മനുഷ്യരൊന്നും പൂർത്തിയാക്കുന്നില്ലെന്ന് അവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും എല്ലാവരും. മരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്? മരണത്തെ കൂടെ ഓർമ്മിക്കണം, പരലോകത്തെ ഓർമ്മിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅയ്ക്ക് ഓതാൻ വേണ്ടി 2 സൂറത്തുകൾ സുന്നത്താക്കി തന്നു. 4 സൂറത്തുകൾ. അതിൽ ഒന്ന് സൂറത്തുൽ ജുമുഅ, മറ്റൊന്ന് സൂറത്തുൽ മുനാഫിഖ്, സൂറത്തു അഅല, അതേപോലെ സൂറത്തുൽ ഗാഷിയ. ഇതൊക്കെ സുന്നത്താണ്. അപ്പോൾ ജുമാ നമസ്കാരത്തിൽ ഓതാൻ വേണ്ടി നിശ്ചയിച്ച വലിയ 2 സൂറത്തുകൾ സൂറത്തുൽ ജുമുഅയും സൂറത്തുൽ മുനാഫിഖൂൻ എടുത്തു നോക്കി. അതിൽ കാണാൻ കഴിയും, ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻ, നിങ്ങൾ ഓടി അകന്നുകൊണ്ടിരിക്കുന്ന മരണമുണ്ടല്ലോ, എന്നെ പിടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അകന്നു പോകുന്ന ഈ മരണം, ഫഇന്നഹു മുലാഖീകും, അത് ഇങ്ങോട്ട് വന്ന് നിങ്ങളെ കണ്ടുമുട്ടും.
നിങ്ങൾ ഈ കണ്ടു കാണപ്പെടുന്ന ഈ ലോകമല്ല, മറ്റൊരു അദൃശ്യമായ ലോകത്തേക്ക് നിങ്ങളെ മടക്കപ്പെടും. അപ്പൊ അവിടെ നിന്ന് അറിയിക്കപ്പെടും. ഭയങ്കര സിസ്റ്റമാണ് അവിടെ. അറിയിക്കപ്പെടും നിങ്ങൾ ഇവിടെ എന്ത് പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ രേഖകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കും. സഹോദരന്മാരെ, ഇതൊക്കെ കേട്ടിട്ട് ഹൃദയമിളകാൻ, ജീവിതത്തിലേക്ക് വരാനാണ്, ശരിയായ വഴിയിലേക്ക് തിരിയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ സുന്നത്താക്കി. അതിനു മുമ്പ് പറയുന്നത് ആ സൂറത്തിന്റെ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഓതിക്കൊടുത്ത് പഠിപ്പിച്ച് അവരെ തസ്കിയത്ത് ചെയ്തെടുത്തു. ഇതൊക്കെ തള്ളിക്കളഞ്ഞ തൗറാത്തിന്റെ ആളുകൾ കഴുതകൾക്ക് സമാനമാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് ഇത് പറയുന്നത്. അപ്പൊ നമ്മൾ അല്ലാഹുവിലേക്ക് തിരിയണം. മരണം നമ്മൾ അതിനെയും വിട്ടിട്ട് അകന്നുകൊണ്ടിരിക്കുമ്പോ അത് നമ്മളെ തേടി ഇങ്ങോട്ട് വന്ന് നമ്മളെ കണ്ടുമുട്ടിങ്ങേറി പിടിക്കും. അതിനെപ്പോഴും വരാം. സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, എന്താണ് പറയുന്നത്? വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. മരണം വരും മുമ്പേ നിങ്ങൾ ചിലവാക്കേണ്ടതൊക്കെ ചിലവാക്കിക്കോ. റബ്ബ് തന്നതിൽ നിന്ന്, നാം നിങ്ങൾക്ക് തന്നതിൽ നിന്ന്, നിങ്ങളെ എവിടെ നിന്ന് കൊണ്ടുവന്നതല്ല. നിങ്ങൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ സമ്പത്തുണ്ടല്ലോ, ഇതൊന്നും ഖബറിലേക്ക് ആരും കൊണ്ടുപോകൂല. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കണം. എല്ലാം പിടിച്ചോക്കെ കൊടുക്കൂല. അതെന്റെ മക്കൾക്ക് വേണം, എനിക്ക് വേണം, എന്റെ മക്കൾക്ക് വേണം, തലമുറ പേരക്കുട്ടികൾക്ക് വേണം, ഇതിന് വേണം, ഇതിന് വേണം, പഠിക്കാൻ വേണം, എല്ലാത്തിനും ഇങ്ങനെ. അള്ളാഹു പറഞ്ഞെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ. അത് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. എന്റെ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ മറപ്പിക്കരുത്. ഏത്? നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും. നമ്മൾ സമ്പത്ത് ഉണ്ടാക്കുന്ന കാര്യത്തിൽ വാരിക്കൂട്ടെ പടച്ചവനെ അങ്ങോട്ട് മാറ്റി നിർത്തി. മക്കളെ എന്ത് ചെയ്യുന്നു? പഠിപ്പിച്ചു ഉന്നതങ്ങളിലെത്തി. അവസാനം ബാപ്പയെ തിരിച്ച് തെറി വിളിക്കുവോളം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോളം പഠിപ്പിക്കും. അതല്ലെങ്കിലോ മയ്യത്ത് നിസ്കാരത്തിന് ഇപ്പൊ എനിക്ക് എത്താൻ സമയമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയോളം അവരെ ഉന്നതങ്ങളിൽ എത്തിക്കും. അല്ലാഹ് അങ്ങ് മറന്നു, പഠിപ്പിക്കേണ്ടതൊന്നുമല്ല. പക്ഷേ മക്കളും സമ്പത്തും ഒന്നും നിങ്ങളെ വിസ്മൃതരാക്കി കളയരുതേ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന്. എന്നിട്ടാണ് അല്ലാഹു തആല ഇതൊക്കെ പറയുന്നത്. നിങ്ങളുടെ സമ്പത്തും അല്ല തന്നതൊക്കെ റബ്ബിന്റെ മാർഗത്തിൽ അല്ല തന്നതാണ്, കൊടുക്ക്. മിൻ ഖബലി അയ്യതിയ അഹദകുമുൽ മൗത്ത്. മരണം വന്ന് പിടിപെടുന്നതിന് മുമ്പ്. അപ്പൊ എനിക്ക് ഒന്നുമില്ല എന്ന് ചിന്തിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഒന്നുമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എത്രത്തോളം സദഖയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന് വെച്ചാൽ, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നിന്റെ പുഞ്ചിരിയിലും നിനക്ക് സദഖയുണ്ട്, ധർമ്മമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുഞ്ചിരിക്ക് സക്കാത്ത് കൊടുക്കാണ്ട് മസിൽ പിടിച്ചു വെച്ച് ആളുകളെ വെറുപ്പിച്ച് അവന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു സലാം പോലും പറയാൻ തോന്നുന്നില്ല, ഒരു വിശേഷം തിരക്കാൻ പോലും. എന്തിനിങ്ങനെ മനുഷ്യന്മാര് നടക്കുന്നെന്ന് ചോദിക്കും ആൾക്കാർ. എന്തിനാ സഹോദരന്മാര്? കയ്യിലുള്ളതൊക്കെ കലിമത്തുൻ ത്വയ്യിബ സദഖത്തുൻ, നല്ല വാക്ക് സദഖയാണ്. വീട്ടിൽ നട്ട മരത്തിൽ നിന്നും പഴങ്ങൾ കിളികൾ കൊത്തിക്കൊണ്ടുപോകുന്നത് സദഖയാണ്. അത്രത്തോളം ഒരാൾക്കും സദഖയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാത്ത നിലയിൽ ഏറ്റവും സൂക്ഷ്മമായ തലം വരെ സദഖ എന്ന സംസ്കാരം അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു, റസൂൽ പഠിപ്പിക്കുന്നു. അപ്പോ എന്നിട്ടാണ് നമ്മൾ ഒരുപാട് കെട്ടിപ്പൂട്ടി വെച്ചിട്ട് കൊടുക്കാത്തത്. എവിടെ കൊണ്ടുപോകാൻ? നമുക്ക് വീട് വെക്കുന്നതിനേക്കാൾ വലിയ കാര്യമല്ലേ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ വീട് വെക്കുന്നത്. അള്ളാഹുവിന്റെ ഭവനം പാവപ്പെട്ടവർക്ക് വേണ്ടി. നമ്മൾ എന്തിനാ ഇവിടെ ഈ ദുനിയാവിൽ ഇത്തിരി പോകും? ദുനിയാവിൽ ഇന്ന് നാളെയുമായിട്ട് ഇതൊരു മരത്തിന്റെ തണൽ കൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ കാത്തിരിക്കുന്നു, വാഹനം വരുമ്പോൾ കയറി പോകുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മരണത്തെ ഓർത്തുകൊണ്ട് അപ്പൊ ഇങ്ങനെ പോകും മനുഷ്യൻ. ഏത്? ആർക്കും ഒന്നും പള്ളിക്ക് കൊടുക്കൂല, പാവങ്ങളെ സഹായിക്കാൻ കൊടുക്കില്ല,
ഒരു പാവപ്പെട്ടവൻ ഒരു തുണ്ട് ഭൂമിയിലൂടെ അല്പം ഒന്ന് വഴി കൊടുക്കൂല. അങ്ങനെ കെട്ടിപ്പൂട്ടി ഞെരുക്കി പിടിച്ച് ഇങ്ങനെ മസിൽ പിടിച്ചു പോവുകയാണ്. അപ്പോഴാണ് ഈ മസിൽ പിടുത്തമൊക്കെ അങ്ങ് വിട്ട് രോഗം വന്ന് കിടക്കയിലായി, എല്ലാം പോയി, കണ്ണും നട്ടിങ്ങനെ കിടപ്പാണ്. അപ്പൊ അവൻ പറയണം, അപ്പോഴാണ് മരണം വന്ന് പിടിവിടുന്നത്. അപ്പൊ ഇവൻ പറയണം, ഇവന്റെ മനോഗതിയാണ് അള്ളാഹു പറയുന്നത്. എന്താണ്? കുറച്ച് സമയം കൂടി പ്ലീസ്, ഒന്ന് പിന്തിച്ചു തരാമോ, ഒന്നുകൂടി അവധി നീട്ടിത്തരാമോ? അല്പസമയം. എത്ര സമയം? എന്റെ ഭാര്യയോടോ എന്റെ മക്കളോടോ ഒന്ന് പറയാനുള്ള സമയം, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തൊന്ന് ഒപ്പിടാനുള്ള സമയം, ഒരു എഗ്രിമെന്റ് ചെയ്യാനുള്ള സമയം. അങ്ങനെ കിട്ടിയാലോ എങ്കിൽ ഞാൻ എല്ലാ പാപത്തിൽ നിന്നും പശ്ചാത്തപിച്ച് ഞാൻ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിക്കൊള്ളാം, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം എന്ന് പറയുന്ന രംഗമുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സൂറത്തുൽ മുനാഫിഖൂനിലൂടെയാണ്. അതിനു മുമ്പ് പറയുന്ന മുനാഫിഖീങ്ങളെ കുറിച്ചാണ് അവരുടെ ലക്ഷണങ്ങൾ. നമ്മൾ അങ്ങനെ പെട്ടുപോകാതിരിക്കാൻ നമ്മുടെ സമ്പത്തും ശരീരവും ഊർജവും അധ്വാനവും എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പിശുക്ക് കാണിക്കരുത് എന്ന് പഠിപ്പിക്കാൻ. അതുകൊണ്ട് സഹോദരന്മാരെ, മരണത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവും റസൂലും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന മരണങ്ങൾ, സൂചനകൾ, സ്വപ്നങ്ങൾ ഓരോന്നും നമുക്കുള്ള സൂചനകളാണ്, വഴിത്തിരിവുകളാണ്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മഹാന്മാരായ ആളുകൾ അങ്ങനെയാണ് ദീനിന്റെ മാർഗത്തിലൂടെ കടന്നു വന്നിട്ടുള്ളത്. പലതരത്തിലും വളരെ വളരെ മോശക്കാരായി ജീവിച്ചിരുന്ന ആളുകൾ, അവരൊക്കെ തന്നെ അള്ളാഹുവിന്റെ ദീനിലേക്ക് തിരിഞ്ഞത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള സൂചനകളിലൂടെ, സിഗ്നലുകളിലൂടെ, റെഡ് സിഗ്നലുകൾ കണ്ടിട്ട് അവിടെ നിന്ന് അതിലെയല്ല ഇതിലെ എന്ന സിഗ്നലുകൾ നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി കിട്ടാത്ത ആരും ഉണ്ടാകില്ല. ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു റെഡ് സിഗ്നൽ ഉയർന്നിരിക്കുന്നു. അള്ളാഹുവിലേക്ക് വിളിച്ചുകൊണ്ടിരുന്ന സഹോദരൻ, ഇപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം, നിങ്ങളും മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളൂ എന്നാണ് ഇപ്പോൾ നമ്മുടെ മുഅദ്ദിൻ ഇപ്പോൾ നമ്മളോട് നിശബ്ദമായി വിളിച്ചു പറയും. ആ വിളി കേൾക്കാൻ അകക്കണ്ണുകളും കാതുകളും തുറക്കണം. അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ഇപ്പോൾ അദ്ദേഹം ഇനി ബാങ്ക് വിളിക്കില്ല. ഈ പള്ളിയിൽ, നമ്മുടെ പള്ളിയിൽ അദ്ദേഹം ബാങ്ക് വിളിക്കില്ല. അദ്ദേഹത്തിന്റെ അവസാനത്തെ ബാങ്ക് ഇതാണ്, ഞാൻ മനുഷ്യ ജീവിതം ഇത്രയേ ഉള്ളൂ, ഞാൻ അള്ളാഹുവിലേക്ക് പോയിരിക്കുന്നു, നിങ്ങളും അതിന് തയ്യാറായിരുന്നു. ഏത് സമയവും നിങ്ങളെയും മരണം പിടികൂടാം എന്ന ബാങ്കിന് കാതോർക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹമീദ് ഉസ്താദിനും നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, മാതാപിതാക്കൾ, ഉറ്റവർ, ഉടയവർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, സഹപ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ പൂർണ്ണമായി പുറത്തു കൊടുക്കുമാറാകട്ടെ. ഹമീദ് ഉസ്താദിന് അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പരിപൂർണമായ ക്ഷമ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു ഈ മഹല്ല് അദ്ദേഹത്തിന് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന അവസ്ഥയിൽ അല്ലാഹു തആല അദ്ദേഹത്തിന് പ്രയോജനപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം.